കസിൻ തൻവി സുധീർ ഘോഷ് കുടുംബത്തിലെ വിഷയങ്ങൾ വളച്ചൊടിച്ച് തൻ്റെ അമ്മയെ മോശം സ്ത്രീയായി ചിത്രീകരിച്ചുവെന്ന് അഹാന കൃഷ്ണ. തൻവി പറയുന്നത് പോലെ തൻവി കാനഡയിൽ നിന്ന് വിളിച്ച് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാര്യങ്ങൾ നോക്കില്ലായിരുന്നു എന്നും തൻ്റെ അമ്മ സിന്ധുകൃഷ്ണ പരമാവധി അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെന്നും അഹാന കൃഷ്ണ പറയുന്നു. ഞങ്ങൾക്കറിയാവുന്നിടത്തോളം അമ്മൂമ്മ തൻവിയെ വിളിച്ച് നല്ല ഡോസ് കൊടുക്കും, കാശ് അയക്കണമെന്ന് ആവശ്യപ്പെടും. അമ്മൂമ്മ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. തൻവിക്ക് കാനഡയിൽ പോകാൻ എത്രയോ ലക്ഷങ്ങൾ പലരും കൊടുത്തിട്ടുണ്ട്, ഇവരും കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും തിരിച്ചയക്കേണ്ടത് തൻവിയുടെ ഉത്തരവാദിത്തമാണ്. തൻവി കൊടുക്കുന്നത് അമ്മൂമ്മ പോക്കറ്റ് മണിയായി ഉപയോഗിച്ചിരുന്നു. അപ്പൂപ്പൻ്റെ മരുന്നിനും ഹോം നേഴ്സിനും തുടങ്ങിയ വീട്ടിലെ പച്ചക്കറി വാങ്ങിക്കൊടുക്കുന്നത് പോലും എൻ്റെ അമ്മയായിരുന്നു. അപ്പൂപ്പൻ സെപ്റ്റംബറിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. കാനഡയിൽ നിന്ന് എല്ലാം നോക്കുമെന്ന് പറയുന്ന തൻവി അതേക്കുറിച്ച് അറിയാമോ? തൻവി ഒരിക്കൽ പോലും അത് ചോദിച്ചിട്ടില്ല. എൻ്റെ ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും ആ സർജറിയെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ കുറ്റമായി പറയുന്നതല്ല. തൻവി ഓരോ ഘട്ടത്തിലും അവൾ ഏതാണ്ട് കുറ്റം പറഞ്ഞാൽ ഞാൻ കയ്യടി കിട്ടുമെന്ന് നോക്കി തൻവിയുടെ ജീവിതത്തിലെ ഓരോരുത്തരെയും മോശം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തൻവിയുടെ അമ്മയെക്കുറിച്ച് പറയുന്നതിൽ ഞാനും തൻവിയുമായി പലപ്പോഴും അടിയുണ്ടായിട്ടുമുണ്ട്. ഒരു വ്യക്തിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ തൻവിക്കും അറിയാം ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്. അമ്മയുടെ അനിയത്തി ഒരുപാട് വില്ലത്തിയാണെന്ന് ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കല്യാണം കഴിച്ച ശേഷം മറ്റൊരു കല്യാണം കഴിച്ച് മൂവ് ഓൺ ആയ വില്ലത്തി. അങ്ങനെയൊന്നുമില്ല. ഞാൻ കൊച്ചായിരിക്കുമ്പോൾ മുതൽ ഞാൻ ചിന്നമ്മയ്ക്ക് ഒപ്പമാണ്. അവർ വളരെ നല്ലയാളാണ്. ആദ്യ വിവാഹ ബന്ധം വർക്കൗട്ടായില്ല. ആരായിരുന്നു വിവാഹത്തെ ബന്ധത്തിൽ പ്രശ്നമായെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിന്നമ്മയല്ല എന്തായാലും പ്രശ്നം. ഡിവോഴ്സായി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ലൊരാൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർ മൂവ് ഓൺ ആയി. ഒരു സ്ത്രീ ഡിവോഴ്സായാൽ മറ്റൊരാളെ കല്യാണം കഴിച്ച് മൂവ് ഓൺ ആയിക്കൂടെ? ദീന അങ്കിൾ വളരെ നല്ലയാളാണ്. അദ്ദേഹത്തെ പോലൊരാളെ ഭർത്താവായി ലഭിക്കുമെന്ന് കുട്ടിക്കാലത്തേയുള്ള ആഗ്രഹമായിരുന്നു. ഇത്രയും ഇൻക്ലൂസീവായ നമ്മളിൽ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. ചിന്നമ്മയും തന്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ചിന്നമ്മ തൻവിയെ ഉപേക്ഷിച്ചതല്ല, വരുത്തി തീർക്കാൻ നോക്കുന്നത് പോലെ ചിന്നമ്മ ഒരു വില്ലത്തിയല്ല. കാര്യങ്ങളിങ്ങനെ ആയതിൽ പലർക്കും തെറ്റുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. തൻവി ഇങ്ങനെ ഓരോ സമയത്ത് ഓരോരുത്തരെക്കുറിച്ച് മോശം പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് ഒരു ദിവസം ഞങ്ങളെക്കുറിച്ച് പറയുമെന്ന് കരുതിയെങ്കിലും അഹാന കൃഷ്ണ വിമർശിക്കുകയും ചെയ്തു.